നമ്മളിപ്പോൾ ചാറ്റ് ജി പി ടിയിൽ പോയിട്ട് ചോദിക്കുകയാണ് ലോകത്തെ സൂപ്പർ പവർ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നോ അല്ലെങ്കിൽ ലോകത്ത് വിവിധ രാജ്യങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ പറയാണ് പവറിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞാലോ ചാറ്റ് ജി പി ടി നമുക്ക് തരുന്നൊരു മറുപടി ഏതാണ്ട് ഇങ്ങനെയായിരിക്കും. സൂപ്പർ പവേഴ്സ് അഥവാ ഗ്ലോബൽ പവേഴ്സ് ആയിട്ട് ചാറ്റ് ജി പി ടി കാണുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ടോപ്പ് മിലിറ്ററി, ഗ്ലോബൽ ടെക്, അതുപോലെ എക്കണോമിക് ഡോമിനൻസ്, കൾച്ചറൽ സോഫ്റ്റ് പവർ, ഈ കാര്യത്തിലെല്ലാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒന്നാമതാണ്. രണ്ടാമതായിട്ട് കാണുന്നത് ചൈനയാണ്. അതിന് അവരുടെ വലിയ എക്കണോമി ഒരു കാരണമാണ്. ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള അവരുടെ ഇൻഫ്ലുവൻസ്, പ്രത്യേകിച്ച് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോലുള്ള കാര്യങ്ങൾ, മിലിറ്ററി ടെക്നോളജിയിലുള്ള മുന്നേറ്റം, AI രംഗത്തെ ഒരു ലീഡർഷിപ്പിലേക്കുള്ള അവരുടെ വളർച്ച, ഇതൊക്കെയാണ് ചൈനയെ ഒരു മേജർ പവറായിട്ട്, ഒരു ഗ്ലോബൽ പവറായിട്ട് കാണാൻ ഈ ചാറ്റ് ജി പി ടിയെ പ്രേരിപ്പിക്കുന്ന കാര്യം. 3 റഷ്യയാണ്. സ്ട്രോങ് മിലിറ്ററി, ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യം തുടങ്ങിയ കാര്യങ്ങളാണ് റഷ്യയുടെ കാര്യത്തിൽ പറയുന്നത്. ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ ഒരു എമർജിംഗ് സൂപ്പർ പവർ എന്നുള്ളതാണ് ഇന്ത്യയെ സൂപ്പർ പവർ പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ട് ചാറ്റ് ജി പി ടിയെ പ്രേരിപ്പിക്കുന്ന ഘടകം. എമർജിംഗ് സൂപ്പർ പവർ, ലാർജ് മിലിറ്ററി, ഗ്ലോബൽ IT പവർ, ആണവ ആയുധശക്തി, സ്പേസ് ലീഡർ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ ഇന്ത്യക്കാരുടെ മനസ്സിൽ എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്, നമ്മുടേതൊരു മിഡിൽ പവർ ആണോ ഒരു സൂപ്പർ പവർ ആണോ? ഈ ചോദ്യം നമ്മൾ ഗ്രോക്കിൽ പോയി ചോദിച്ചാൽ, അതായത് ഇന്ത്യയുടെ ഒരു പൊസിഷൻ അവർ ഒരു മിഡിൽ പവർ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഗ്രോക്ക് പറയുന്ന മിഡിൽ പവേഴ്സിന്റെ കൂട്ടത്തിൽ ഇന്ത്യ ഉണ്ടാകും, ജർമ്മനി ഉണ്ടാകും, UK ഉണ്ടാകും, ജപ്പാൻ ഉണ്ടാകും, ഫ്രാൻസ് ഉണ്ടാകും, കാനഡയും ഓസ്ട്രേലിയയും സൗത്ത് കൊറിയയും, എന്തിന് ബ്രസീൽ വരെ ഉണ്ടാവും ആ മിഡിൽ പവറിന്റെ കൂട്ടത്തിൽ. അത് കുറെ കൂടെ ഒരു വെസ്റ്റേൺ ടച്ചിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ വെസ്റ്റേൺ ഡോമിനേറ്റ് ചെയ്യുന്ന, വെള്ളക്കാരൻ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു വേൾഡ് ഓർഡറിനനുസരിച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അതിൻ്റെ അടുത്ത് നമുക്ക് അങ്ങനത്തെ ഒരു റിപ്ലൈ കിട്ടും. പക്ഷേ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇപ്പോൾ ചാറ്റ് ജി പി ടി തന്ന ഒരു റിപ്ലൈ നമ്മുടെ മുമ്പിലുണ്ട്. സോ ഇന്ത്യ ശരിക്കും ഒരു സൂപ്പർ പവർ ആണോ അതോ ഒരു മിഡിൽ പവർ ആണോ? ഈ ഒരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ പവർ ആകാൻ വേണ്ട ക്വാളിറ്റി എന്താണ്? തീർച്ചയായിട്ടും വേൾഡ് വൈഡ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു രാജ്യമായിരിക്കണം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിലിറ്ററി നമുക്കുണ്ടായിരിക്കണം, ആണവശക്തി ആയിരിക്കണം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമി ആയിരിക്കണം, ഗ്ലോബൽ ഡിപ്ലോമാറ്റിക് ലെവലിൽ ഒരു ലീഡർഷിപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു രാജ്യമായിരിക്കണം, കുറേയൊക്കെ സ്വയം പര്യാപ്തത കൈവരിച്ചൊരു രാജ്യമായിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്ന ഒരു രാജ്യത്തെയാണ് നമ്മൾ ഒരു സൂപ്പർ പവർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ പൂർണ്ണമായും ഒരു രാജ്യവും സൂപ്പർ പവർ ആണെന്ന് പറയാൻ പറ്റില്ല. അമേരിക്ക ഒരു സൂപ്പർ പവർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം അമേരിക്ക വളരെയധികം ചൈനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അമേരിക്കയ്ക്ക് പൂർണ്ണമായും സ്വയം പര്യാപ്തതയില്ല. അമേരിക്കൻ കമ്പനികൾ അല്ലെങ്കിൽ അമേരിക്കൻ എക്കണോമി ചൈനയെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചൈന ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് അവിടെ നടപ്പിലാക്കിയിരുന്ന അവരുടെ താരിഫ് പിൻവലിച്ചത്. അതായത് അമേരിക്കൻ കമ്പനികൾക്കും അമേരിക്കയ്ക്കും ആയുധങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ റെയർ എർത്ത് മിനറൽസ് എന്ന് പറയുന്നത് ചൈന സപ്ലൈ ചെയ്യണം. അപ്പോൾ അത്രത്തോളം ഈ ഇൻഡസ്ട്രി പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചൈനയെ അമേരിക്ക ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും ഒരു സ്വയം പര്യാപ്തത മാനുഫാക്ചറിങ് രംഗത്ത് അമേരിക്കയ്ക്കില്ല. ചൈന പൂർണ്ണമായിട്ടും ഒരു സൂപ്പർ പവർ ആണെന്ന് വെച്ചാൽ ചൈനയും അങ്ങനെയാണെങ്കിൽ അല്ലെന്ന് പറയേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ചൈന വളരെയധികം ഡിപ്പെൻഡഡ് ആണ്. ഇപ്പോഴും അമേരിക്ക നിർമ്മിക്കുന്നത് പോലെ ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കാൻ ചൈനയ്ക്ക് പറ്റിയിട്ടില്ല. പല ടെക്നോളജിയും റഷ്യയുടെ സഹായത്തോടെയാണ് ചൈന ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും പല ആയുധങ്ങളും നിർമ്മിക്കുന്നത് റഷ്യയുടെ സഹായത്തോടെയാണ്. S-400 പോലെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ചൈനയ്ക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. ഇപ്പോഴും റഷ്യയിൽ നിന്ന് വാങ്ങിയ യുദ്ധവിമാനങ്ങൾ ചൈന ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മിലിറ്ററി ടെക്കിന്റെ കാര്യത്തിൽ അവർ വളരെ ഫ്രീ ആണ്. അവരുടെ സ്വന്തം ടെക്നോളജിയാണ്. യുദ്ധവിമാനങ്ങൾ അവരുണ്ടാക്കിയതാണ്, എയർ ഡിഫൻസ് സിസ്റ്റംസ് അവരുണ്ടാക്കിയതാണ്, കപ്പലുകൾ അവരുണ്ടാക്കിയതാണ്. അതിനൊന്നും അവർക്ക് റഷ്യയുടെയോ വേറൊരു രാജ്യത്തിന്റെ സഹായം വേണ്ട. അപ്പോൾ ആ കാര്യത്തിൽ അമേരിക്ക ചൈനയേക്കാൾ വളരെ മുമ്പിലാണ്. ടെക്നോളജിയുടെ കാര്യത്തിൽ ചൈനയേക്കാൾ മുമ്പിലാണ് അമേരിക്ക. എന്നാൽ AI കാര്യം വരുമ്പോൾ ചൈന ഒട്ടും പുറകിലല്ല. ഇനി പെർ ക്യാപിറ്റ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടേത് $80,000 മുകളിലാണ്. ചൈനയുടേത് $12,000-13,000 ഉള്ളൂ. വലിയ അന്തരമുണ്ട്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും ഒരു സൂപ്പർ പവറിന്റെ കുറെ ക്വാളിറ്റികളുണ്ട്, കുറച്ച് ക്വാളിറ്റികളില്ല. അപ്പോൾ ഉള്ളതെല്ലാം കൂടെ വെച്ച് നമ്മൾ വേൾഡിലെ സൂപ്പർ പവർ ആരെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സൂപ്പർ പവറിന് വേണ്ട എല്ലാ ക്വാളിറ്റിയും ഇല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ക്വാളിറ്റികൾ ഉള്ളതായി കാണുന്നത് US-നാണ്. രണ്ടാമത് നമുക്ക് ഉറപ്പായും ചൈനയ്ക്കാണെന്ന് പറയാം. കാരണം ചൈനീസ് എക്കണോമി വളരെ പവർഫുൾ ആണ്. ലോകത്തെ ഒരുപാട് രാജ്യങ്ങളെ ചൈനയ്ക്ക് അവരുടെ ട്രേഡ് ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ മാനുഫാക്ചറിങ് രംഗത്തെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് വളരെ പ്രധാനമാണ്, US-നെ പോലും. അതുകൊണ്ടാണ് ചൈന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൂപ്പർ പവേഴ്സിനുള്ളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾ ആരെന്ന് നോക്കിയാൽ 1 US, 2 ചൈന. ചൈനയേക്കാൾ കുറച്ചും കൂടെ താഴെയാണ് റഷ്യ. കാരണം റഷ്യയുടെ കയ്യിൽ മിലിറ്ററി ഉണ്ട്, ആയുധമുണ്ട്, ടെക്നോളജി ഉണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും പൈസ കുറവാണ്. റഷ്യയുടെയും പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഒരു $15,000 മുകളിലേ ഉള്ളൂ. അമേരിക്കയുടെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. ടോട്ടൽ GDP വളരെ കുറവാണ്. അമേരിക്കയുടെയും ചൈനയുടെയും ഏതാണ്ട് ഇരട്ടിയോളം വലിപ്പമുണ്ട്. പക്ഷേ പോപ്പുലേഷൻ 14 കോടി മാത്രമാണ് ഉള്ളത്. ഇനി അതേ സമയത്ത് ഇന്ത്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ
നമ്മൾ ഇപ്പോൾ സൂപ്പർ പവർ എന്ന് ChatGPT തന്ന റിസൾട്ടിലെ 4 പവേഴ്സിൽ ഏറ്റവും വീക്ക് ഇന്ത്യയാണ്. എന്ന് വെച്ചാൽ ശരിക്കും ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് മിഡിൽ പവറിനും സൂപ്പർ പവറിനും ഇടയിൽ ഒരു വരയുണ്ടെങ്കിൽ ആ വരയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യ വളരെയധികം ശ്രമിക്കുകയാണെങ്കിൽ സൂപ്പർ പവർ എന്ന ലെവലിലേക്ക് ഇന്ത്യക്ക് ആ ഒരു ഗ്രൂപ്പിലേക്ക് പൂർണ്ണമായി പോകാൻ പറ്റും. ഇനി ഇന്ത്യയുടെ പെർഫോമൻസ് ഒന്ന് താഴെ പോയാൽ എപ്പോൾ വേണമെങ്കിലും മിഡിൽ പവറിലോട്ട് തന്നെ നമ്മൾ പോവാം. അപ്പോൾ ഈ ഒരു ബോർഡറിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഇന്ത്യ ശരിക്കും ഒരു മേജർ പവർ എന്നുള്ള ലെവലിലേക്ക് ഇന്ത്യയുടെ ഒരു ഗ്രാഫ് ഉയർത്തുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഉയരാനും താഴാനും സാധ്യതയുണ്ട്. ഉയർന്നാൽ നമ്മൾ ഒരു സൂപ്പർ പവർ ലെവലിലേക്ക് പോകും, താഴ്ന്നാൽ നമ്മൾ താഴോട്ട് പോകും. കാരണം നമ്മുടെ എക്കണോമി തന്നെയാണ് നമ്മുടെ ഏറ്റവും വീക്ക് സൈഡ് എന്ന് പറയുന്നത്. ടോട്ടൽ GDP നമുക്ക് ഈ പറയുന്ന 5 ട്രില്യൺ അടുത്ത് അല്ലെങ്കിൽ 4.5 ട്രില്യനൊക്കെ ഉണ്ടെന്ന് വെച്ചോ. പക്ഷെ നമ്മുടെ പെർ ക്യാപിറ്റ 3000 മാത്രമേ ഉള്ളൂ. അപ്പോൾ പെർ ക്യാപിറ്റ ഒരു $10,000 ആയാലേ നമുക്ക് ആത്മാർത്ഥമായി നമ്മളൊരു സൂപ്പർ പവർ ആണെന്ന് പറയാൻ പറ്റൂ. ബാക്കിയുള്ള മേഖലയിലൊന്നും നമുക്കൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, എഞ്ചിൻ നിർമ്മിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ ചൈനയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഷ്യൻ സഹായം കിട്ടിയിട്ട് പോലും ചൈനയ്ക്കും അവരുദ്ദേശിക്കുന്ന ലെവലിൽ ഒരു ബെറ്റർ എഞ്ചിൻ ഇപ്പോഴും പൂർണ്ണമായി ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണ്. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നിട്ട് കൂടി എക്കണോമിക് പവറാണ് അവർ, എന്നിട്ടും അവർക്കത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഇന്ത്യ അടുത്തൊരു 5-10 വർഷത്തിനിടയിൽ ഇന്ത്യ ഒരു എഞ്ചിനൊക്കെ വികസിപ്പിക്കാൻ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ മേഖലയിലും ഇന്ത്യ ഒട്ടും മോശമൊന്നുമല്ല. സ്പേസിലായിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിലായിക്കോട്ടെ, പല മേഖലകളിലും ഇന്ത്യ അത്യാവശ്യം നല്ല രീതിയിൽ മറ്റ് ലോകരാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ US-ഉം ചൈനയും റഷ്യയും കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു രാജ്യമാണ്. പല കാര്യങ്ങളിലും നമ്മൾ റഷ്യയേക്കാൾ മുമ്പിലാണ്, ചില കാര്യങ്ങളിൽ ചൈനയേക്കാൾ മുമ്പിലാണ്. ടോട്ടലായിട്ട് നോക്കുമ്പോൾ നമ്മൾ ലോകത്തെ 4ാമത്തെ സൂപ്പർ പവർ എന്നോ അല്ലെങ്കിൽ മിഡിൽ പവേഴ്സിൽ ടോപ്പിലാണ്, ഒന്നാമതാണെന്നോ നമുക്ക് പറയാം. കാരണം മിഡിൽ പവറിൽ ഒന്നാമതെന്ന് പറയുന്നത് അടുത്ത വളർച്ചയുടെ ഘട്ടം എന്ന് പറയുന്നത് സൂപ്പർ പവർ ഗ്രൂപ്പിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഈ ഒരു ബോർഡർ ലൈനിൽ നിൽക്കുകയാണ്. സൂപ്പർ പവർ എന്നും നമ്മളെ പറയാം, ഒരു മിഡിൽ പവർ എന്നും പറയാം. കാരണം നമ്മുടെ എക്കണോമി ഇനിയും നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് എക്കണോമിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ശ്രമം നടത്തുന്നത്. നമ്മുടെ ടാർഗറ്റ് $10,000 പെർ ക്യാപിറ്റ ഉള്ള രാജ്യമായിട്ട് മാറുക എന്നുള്ളതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു സൂപ്പർ പവർ രാജ്യത്തിന് വേണ്ട ക്രൈറ്റീരിയ ഓൾമോസ്റ്റ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊരു ആണവ ശക്തിയാണ്, മറ്റ് പല മേഖലകളിലും നമ്മൾ ഒരു ലീഡർഷിപ്പ് ലെവലിൽ നിൽക്കുന്ന രാജ്യമാണ്. അടുത്തൊരു 10-15 വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ചിട്ട് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഒരു 1.5 ബില്യൺ അല്ലെങ്കിൽ ഒരു 150 കോടി ജനങ്ങളുള്ള സമയത്ത് നമ്മുടെ ടോട്ടൽ GDP അപ്രോക്സിമേറ്റ് ഒരു 15 ട്രില്യൺ അമേരിക്കൻ ഡോളർ ആയെങ്കിൽ മാത്രമേ നമുക്ക് $10,000 പെർ ക്യാപിറ്റ ഇൻകം ഉള്ള രാജ്യമായിട്ട് മാറാൻ കഴിയൂ. എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു 150 കോടി ജനസംഖ്യയിലേക്ക് എത്തുകയും ആ സമയത്ത് നമുക്ക് $15 ട്രില്യൺ ടോട്ടൽ GDP കൈവരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായും $10,000 മുകളിൽ GDP ഉള്ള രാജ്യമായിട്ട് പെർ ക്യാപിറ്റ ഉള്ള രാജ്യമായിട്ട് നമുക്ക് മാറാൻ കഴിയും. അപ്പോൾ അതോടെ നമ്മൾ ഒരു സൂപ്പർ പവർ എന്നതിന് പൂർണ്ണമായിട്ടും അർഹത നേടും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയ ഗോളാണ്. 2040-2045 കൂടിയൊക്കെ ഇന്ത്യക്ക് $15 ട്രില്യൺ മുകളിൽ എത്തുന്ന ഒരു രാജ്യമാകാൻ കഴിയുമെന്ന് ചില എക്സ്പേർട്സ് പറയുന്നുണ്ട്. 2047 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് മോദി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ എന്തായാലും അതിന് മുമ്പ് നമുക്ക് $10,000 ക്രോസ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. നിലവിൽ ഇന്ത്യയുടെ GDP നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ GDP എന്ന് പറയുന്നത് ഏകദേശം 4.3 ട്രില്യൺ ആണെന്ന് കരുതുക. ഒരു ആവറേജ് നമ്മുടെ ഗ്രോത്ത് 7%, ചിലപ്പോൾ 7-ന് മുകളിൽ ഗ്രോത്ത് ഫ്യൂച്ചറിൽ ഉണ്ടാവാം. ഞാൻ ആവറേജ് 7% ഗ്രോത്ത് വെച്ച് എടുക്കുകയാണെങ്കിൽ 2030 ഏതാണ്ട് 6.03 ട്രില്യൺ ആയിരിക്കും നമ്മുടെ GDP. 2035 8.46 ട്രില്യനും 2040 11.8 ട്രില്യനുമായിരിക്കും നമ്മുടെ GDP എന്ന് പറയുന്നത്. സോ 2040 ആകുമ്പോഴേക്കും നമ്മൾ 10 ട്രില്യൺ കടന്നിട്ടുണ്ട്. 45 ആവുമ്പോൾ 16.64 ട്രില്യനും 47 ആകുമ്പോൾ 19.05 ട്രില്യനുമായിരിക്കും നമ്മുടെ GDP എന്ന് പറയുന്നത്. 7% ഗ്രോത്തിൽ ആവറേജ്. അതൊരു നോർമൽ ഗ്രോത്ത് ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പലപ്പോഴും നമ്മൾ 8% മുകളിൽ വരെ വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഫെയർ ആയിട്ടുള്ള ഒരു കണക്കാണ് 7% GDP ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ 8% ആവറേജിൽ വളരുകയാണെങ്കിൽ 2047 23.3 ട്രില്യൺ ആയിരിക്കും. 2045 20 ട്രില്യനുമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ ഗ്രോത്ത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആവറേജ് GDP ഗ്രോത്ത് ഒരു 7 മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഈ കാലയളവിലുള്ള നമ്മുടെ പോപ്പുലേഷനും കുറച്ച് കൺട്രോൾ ആവേണ്ടതുണ്ട് എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം.
150 കോടിക്കുള്ളിൽ പോപ്പുലേഷൻ ഈ കാലയളവിൽ നിൽക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് മിഡിൽ പവറും അല്ല സൂപ്പർ പവറും അല്ല, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഗ്രേറ്റ് പവറാണ് ഇന്ത്യ. ഏത് ടൈമിലും ഒരു സൂപ്പർ പവർ പട്ടികയിലേക്കും പോകാം. ഇന്ത്യ തെറ്റായ തീരുമാനങ്ങൾ എടുത്താൽ ഉറപ്പായും ഒരു മിഡിൽ പവറായിട്ട് വീണ്ടും കുറേ കാലം നമുക്ക് തുടരേണ്ടിയും വരാം. എന്തായാലും പലരും ഇന്ത്യയെ ഒരു 4ാമത്തെ സൂപ്പർ പവറായിട്ടാണ് കാണുന്നത്. ഈ സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ ഒരേ ശക്തിയുള്ള രാജ്യങ്ങളല്ല. 4 സൂപ്പർ പവേഴ്സ് എന്ന് പറയുമ്പോൾ 1ാമത്തെ പവർ US, 2ാമത്തെ പവർ ചൈന, 3ാമത്തെ പവർ റഷ്യ, 4ാമത്തെ പവറാണ് ഇന്ത്യ. 4 പേരും തുല്യ ശക്തരല്ല. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യം ആണ് സൂപ്പർ പവർ എന്ന രീതിയിൽ നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാത്രമാണ്. ഒരിക്കലും അവർക്ക് തുല്യമായിട്ട് വേറെ ഒരു രാജ്യവും വളർന്നിട്ടില്ല, ചൈന പോലും. അമേരിക്കയെ ആ നിലയ്ക്ക് മറികടക്കാൻ ചൈനയ്ക്ക് പോലും ഇനിയും ചിലപ്പോൾ പതിറ്റാണ്ടുകൾ വേണ്ടി വന്നേക്കാം, കാരണം അവർ അത്രത്തോളം സ്ട്രോങ് ആണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.